യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ജീസസ് റെയിൻസ്. ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം അവിടുന്ന് നമുക്ക് നൽകി തരുവാൻ പോകുന്നു. ശ്രവിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നിന്ന് സോയെ ലൈഫിനെ കുറിച്ച്, സോയെ നമ്മിലുള്ള ദൈവത്തിൻ്റേതുപോലെയുള്ള ജീവൻ, നിത്യജീവൻ, ഡിവൈൻ ലൈഫ്, ആ ആലോചനകളാണ് കഴിഞ്ഞ ദിനങ്ങളിൽ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ചില കാര്യങ്ങൾ കൂടെ ഇന്ന് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ 2-ാം ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളിൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും. ഏത് തരത്തിലുള്ള ജീവനാണ്? സാധാരണ ജീവനല്ല, ഫിസിക്കൽ ലൈഫല്ല, മാനസികമാകുന്ന ജീവനല്ല, സ്പിരിച്വൽ ലൈഫ്, ഡിവൈൻ ലൈഫ്, ദൈവത്തിൻ്റേതുപോലെയുള്ള ജീവൻ, നിത്യജീവൻ, സോയെ നൽകുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. യേശു അതാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഒരു സാധാരണ ജീവൻ, ബയോസോ സൂക്കയോ അല്ല, സോയെ, ദൈവത്തിൻ്റേതുപോലെയുള്ള ജീവൻ അവിടുന്ന് നമുക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ജീവനാണ്. അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകുന്നു. 2 കൊരിന്ത്യർ 5:17. ക്രിസ്തുവിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി. ഒരിക്കലും എക്സിസ്റ്റ് ചെയ്തിട്ടില്ലാത്തതൊന്ന് നിങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു. ഇതിനു മുന്നമേ ഇല്ലാതിരുന്നതൊന്ന് നിങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ്. അതാണ് പുതിയ സൃഷ്ടി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നു. ഈ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്ന ആത്മമനുഷ്യനെ ന്യൂ മാൻ, പുതിയ മനുഷ്യൻ എന്ന് വിളിക്കുന്നു. പുതിയ മനുഷ്യൻ ആയിത്തീർന്നിരിക്കുന്ന നാം ഓരോരുത്തരും ലോകത്തിലുള്ള മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാകുന്ന, ഗുണപ്രദമാകുന്ന, ഫലപ്രദമാകുന്ന ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നു. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗം അനുഭവിക്കുവാൻ പ്രാപ്തിയുള്ളവരാകുന്നു. നിത്യജീവൻ ഇപ്പോൾ തന്നെ ഉള്ളതിനാൽ നിരന്തരം പ്രകൃത്യാതീതമാകുന്ന തലത്തിൽ, സൂപ്പർ നാച്ചുറൽ ആകുന്ന തലത്തിൽ നമുക്കായിരിക്കുവാൻ കഴിയും. ആ ജീവിതം വ്യത്യസ്തമാണ്. അതിനുവേണ്ടിയാണ് യേശു നമ്മെ വിളിച്ചിരിക്കുന്നത്. അവിടെ ആ സമൃദ്ധിയായിട്ടുള്ള ജീവൻ എന്ന് പറയുമ്പോൾ സൂപ്പർ എബണ്ടന്റ് എന്നാണ്. വളരെ സൂപ്പർ എബണ്ടന്റ് ആയിട്ടുള്ള ഒരു ജീവനാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. അവിടുന്ന് സൂപ്പർ എബണ്ടന്റ് ആയിട്ടുള്ള ഒരു ജീവൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു എങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, കുടുംബജീവിതത്തിൽ സൂപ്പർ എബണ്ടന്റ് ആകുന്ന അനുഗ്രഹങ്ങൾ, തലമുറകളുടെ മേൽ സൂപ്പർ എബണ്ടന്റ്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം സൂപ്പർ എബണ്ടന്റ് ആയി തീരുവാൻ പോകുന്നു. ദൈവവചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ അതൊരു സൂപ്പർ എബണ്ടന്റ് എക്സ്പീരിയൻസ് ആയി തീരുവാൻ പോവുകയാണ്. ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ശുശ്രൂഷ സൂപ്പർ എബണ്ടന്റ് ആയി തീരുവാൻ പോകുന്നു. എല്ലാ മേഖലയിലും സൂപ്പർ എബണ്ടൻസ് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് കർത്താവ് നമ്മെ കയറ്റിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ മനുഷ്യനായി തീരുമ്പോൾ നമുക്ക് അവിടെ എത്തിച്ചേരുവാൻ കഴിയും. ആമേൻ. അത്ഭുതകരമല്ലേ? വളരെ വളരെ അത്ഭുതകരം. ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പരാമർശിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. 1 മുതലുള്ള വാക്യങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമുക്ക് ഈ ഡിവൈൻ ലൈഫിനെ കുറിച്ച്, സോയെ കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങൾ കാണുവാൻ കഴിയുന്നത്. അതിൽ 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആരിൽ? ദൈവത്തിന്റെ വചനത്തിൽ. ദൈവത്തിന്റെ വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. അവനിൽ സോയെ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ജീവനും വെളിച്ചവും, ഇത് രണ്ടും യേശു ആകുന്നു എന്ന് യേശു തന്നെ പ്രഖ്യാപിച്ചു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു.
ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ജീവന് വെളിച്ചത്തെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ജീവൻ വെളിച്ചമാകുന്നു. ആ വെളിച്ചം സ്പിരിച്വൽ ലൈറ്റാണ്. നിങ്ങളിൽ സോയ ഉണ്ടെങ്കിൽ സോയെ സ്പിരിച്വൽ ലൈറ്റാണ്. ആ സ്പിരിച്വൽ ലൈറ്റ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും സ്പിരിച്വൽ ഡാർക്ക്നെസ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ആയിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആ വെളിച്ചം ആ ആത്മിക അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നു. ബന്ധിക്കപ്പെട്ടൊരു ഭവനത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയാണ് എങ്കിൽ ആ വീട്ടിലുള്ള ആത്മിക അന്ധകാരം നിങ്ങൾ മുഖാന്തരം ഇല്ലാതെയായി തീരുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ലോകത്തിൻ്റെ വെളിച്ചമാകുന്നവൻ നിങ്ങളിലുണ്ട്. ലോകത്തിൻ്റെ വെളിച്ചമാകുന്നവൻ നൽകി തന്ന ജീവൻ നിങ്ങളിലുണ്ട്. സോയെ നിങ്ങളിലുണ്ട്. ഈ ഒരു തിരിച്ചറിവിലും ഈ ഒരു വെളിപ്പാടിലും ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ജീവിതം വ്യത്യസ്തമാകുകയില്ലേ? അവിടെ ജീവൻ, വെളിച്ചം, രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ജീവൻ, വെളിച്ചം. ജീവൻ എന്ത് നൽകുന്നതാണ്? വെളിച്ചം നൽകുന്നതാണ്. ആ വെളിച്ചത്തെ റെവലേഷൻ, ആ വെളിച്ചത്തിന് മറ്റൊരർത്ഥമാണ് റെവലേഷൻ. സോയെ ഉള്ളവർ അവർക്ക് വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ കഴിയും. സാധാരണ നിലവാരത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല, വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ കഴിയും. റെവലേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. അവർക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. നിരന്തരമായി ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. അവരുടെ സോയെ, അവരിൽ ഉള്ള സോയെ, ആ സോയെ ദൈവത്തിൻ്റെതുപോലെയുള്ള ജീവനാണ്, ദൈവത്തിന്റെ ജീവനാണ്. ദൈവത്തിന്റെ ജീവനാകുന്നതിനാൽ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹ്യൂമൻ സ്പിരിറ്റ് പുതിയ മനുഷ്യനായി തീർന്നിരിക്കുകയാണ്. ഹ്യൂമൻ സ്പിരിറ്റ് ദൈവവുമായിട്ടുള്ള നിരന്തരമാകുന്ന കൂട്ടായ്മയിലാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും പ്രാണനെയും ആത്മാവിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ കഴിയും. നമ്മുടെ ഈ ശരീരത്തിന് ലോകോന്മുഖ ഭാവമുണ്ട്. ശരീരത്തിന് ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, ചെവി, ആമേൻ, മണം, സ്പർശനം, ഇങ്ങനെ പല രുചി, ഇങ്ങനെ പല ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. ആ ഇന്ദ്രിയങ്ങളെല്ലാം ലോകത്തിലേക്ക് തുറന്നിരിക്കുകയാണ്. ലോകത്തിലേക്ക് തുറന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളാണ് നമ്മുടെ സൂഖയ്ക്ക്, നമ്മുടെ സോളിന്, ആ സോളിന് ഇൻഫർമേഷൻസ് ആയിത്തീരുന്നത്. സോളിൻ്റെ നോളജ്, സോൾ നോളജ് എന്ന് പറയുന്നത് ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. അതെല്ലാം ലോകോന്മുഖ ഭാവമുള്ളതാണ്. എന്നാൽ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഗോഡ് കോൺഷ്യസ് ആണ്. ദൈവോന്മുഖ ഭാവമാണ് ഹ്യൂമൻ സ്പിരിറ്റിനുള്ളത്. ദൈവത്തിലേക്കാകുന്നു നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് തിരിഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങളാകുന്നു ഹ്യൂമൻ സ്പിരിറ്റിന് ലഭിക്കുന്നത്. പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്ന ആ ആത്മ മനുഷ്യന് ലഭിക്കുന്ന സ്വർഗീയ സന്ദേശങ്ങൾ, ആ സ്വർഗീയ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് സൂപ്പർ അബണ്ടന്റ് ആയിട്ടുള്ളൊരു ലൈഫ് ജീവിക്കുവാൻ കഴിയുന്നത്. ഇത് പ്രായോഗികമാക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ഫെലോഷിപ്പാണ്. ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ഫെലോഷിപ്പിൽ ജീവിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മെ നയിക്കുവാൻ തുടങ്ങും. Walking in the Spirit, led by the Spirit of God, bear the fruit of the Spirit of God. So in the Spirit, ആത്മാവിൽ നടക്കുക, ആത്മാവിനാൽ നയിക്കപ്പെടുക, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക, ആത്മാവിൽ വിതയ്ക്കുക. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് സോയെ ഈ ഭൂമിയിൽ പ്രകടമാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം, നിങ്ങളുടെ ബന്ധം ആഴമുള്ള ബന്ധമായി തീരട്ടെ. പരിശുദ്ധാത്മാവിനോട് നിരന്തരം സംസാരിക്കുന്നവരായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാകുന്ന അന്യഭാഷയിൽ, ആമേൻ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ആ ഭാഷ, ആ സ്വർഗീയമാകുന്ന ഭാഷയിൽ നിരന്തരം സംസാരിക്കുക. കൂടുതൽ അന്യഭാഷകളിൽ സംസാരിക്കുക. പരിശുദ്ധാത്മാവിനോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുക. പരിശുദ്ധാത്മാവ് തരുന്ന
ആ നിയോഗങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകുക. അത്ഭുതങ്ങൾ സംഭവിക്കും, മഹാത്ഭുതങ്ങൾ സംഭവിക്കും, അതിശയങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങൾ സംഭവിക്കും, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇപ്പോൾ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പ്രതിസന്ധികൾ വഴിമാറുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്യും. അല്ല, ആ പ്രതിസന്ധികളിലൂടെ തന്നെ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. അതിലൂടെ നമ്മിൽ ചിലതൊക്കെ രൂപപ്പെടുവാനുണ്ട് എങ്കിൽ അവിടെയും പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുവാൻ വിശ്വസ്തനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ സഫറിങ്സിനെ നമുക്ക് ഒഴിവാക്കുവാൻ കഴിയത്തില്ല. കഷ്ടത എന്ന് പറയുന്നത് ആരും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, കഷ്ടതയെക്കുറിച്ച് പ്രസംഗിക്കേണ്ട കാര്യവുമില്ല. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, ഭൂമിയിലാണ് ജീവിക്കുന്നത് എങ്കിൽ പ്രതിസന്ധികൾ, കഷ്ടതകൾ ജീവിതത്തിൽ വരും. ശരിയായ മനോഭാവം ഉണ്ടെങ്കിൽ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധത ക്യാരക്ടറിനെയും സ്വഭാവത്തെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല സീസൺ ആകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ബാഡ് സീസൺ ആകട്ടെ, ഏത് സീസൺ ആണെന്നുണ്ടെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ബാഡ് സീസൺ വരാൻ വേണ്ടിയല്ല, കഷ്ടത വരാൻ വേണ്ടിയല്ല, പ്രതിസന്ധി വരാൻ വേണ്ടിയല്ല. വന്നാലും അത് ഉളവാക്കുന്നത് നല്ല ഫലമാകുന്നു. എന്നിൽ നിന്ന് പുറപ്പെടുന്നത് നല്ല മനോഭാവമാകുന്നു. അതിനെ ഞാൻ നേരിടുന്നത് റൈറ്റ് ആറ്റിറ്റ്യൂഡിലാകുന്നു. ഞാൻ അതിനെ റൈറ്റ് ആറ്റിറ്റ്യൂഡിൽ നേരിടുമ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് സഹായിക്കും. പരിശുദ്ധാത്മാവ് സഹായിക്കുമ്പോൾ ഞാൻ ആ പ്രതിസന്ധിയുടെ നടുവിൽ, ഞാൻ ആ കഷ്ടതയുടെ നടുവിൽ, ഞാൻ ആ ബാഡ് സീസണിന്റെ നടുവിൽ കൂടുതൽ യേശുവിനെ പോലെ ആയിത്തീരുകയാണ്. ക്രിസ്തു സമാനതയുള്ള വ്യക്തിയായിട്ട് ഞാൻ തീരുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഓർത്തുകൊള്ളണം, ആ പ്രതിസന്ധികളൊന്ന് ശ്രദ്ധിക്കണം. ആ പ്രതിസന്ധികൾ ശ്രദ്ധിക്കുമ്പോൾ സാധാരണ നിലയിൽ നാം ആ പ്രതിസന്ധിയോട് പ്രതികരിക്കുന്ന ആ പ്രതികരണം ചിലപ്പോൾ ഗുണപ്രദമായിരിക്കുകയില്ല. നമ്മുടെ സ്വഭാവമുണ്ടല്ലോ, നമ്മൾ ചില കാര്യങ്ങളോട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാകും, ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഇറിറ്റേഷനും ദേഷ്യവും അത് മാറേണ്ട സാധനമാണ്. ഈ പ്രതിസന്ധി, ഇതേപോലെയുള്ള സാഹചര്യം ആവർത്തിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, എന്നിൽ കോപം സൃഷ്ടിക്കുന്ന ഈ സാഹചര്യം ആവർത്തിച്ച് എന്തുകൊണ്ടാണ് വരുന്നത്? എൻ്റെ കോപം മാറാൻ വേണ്ടിയാണ്, എൻ്റെ ആ ഇറിറ്റേഷൻ മാറാൻ വേണ്ടിയാണ്. അത് മാറാത്തത് കൊണ്ടാണ് പിന്നെയും പിന്നെയും അതേ നിലവാരത്തിലുള്ള സാഹചര്യം വരുന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങുന്നത് എന്താണ്? തിന്മ നിറഞ്ഞത് ചിലതാണോ? തിന്മ നിറഞ്ഞ ചില പ്രതികരണങ്ങളാണോ നമ്മൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങുന്നത്? അവിടെ നമുക്ക് രൂപാന്തരീകരണം ഉണ്ടാണ്. ആ രൂപാന്തരീകരണം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ശ്രദ്ധേയമല്ലേ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, ചില വിടുതലുകൾക്ക് പ്രാർത്ഥനയും ഉപവാസവും ശാസനയും കൽപ്പനയും പ്രഖ്യാപനവും ഒന്നുമല്ല വേണ്ടത്. സ്വഭാവത്തിനും മാറ്റമാണ് വേണ്ടത്. നിന്റെ സ്വഭാവം ശരിയാകുകയാണെങ്കിൽ ആ പ്രതിസന്ധി മാറിപ്പോകും, താനേ മാറിപ്പോകും. കൽപ്പനയും വേണ്ട, ശാസനയും വേണ്ട, ഉപവാസവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട. നിന്റെ സ്വഭാവം മാറുകയാണെങ്കിൽ ആ പ്രതിസന്ധി മാറിപ്പോകും. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതം സൂപ്പർ അബൻഡന്റ് ആയി തീരുകയാണ്, സൂപ്പർ നാച്ചുറൽ ആയി തീരുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടു ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ വ്യത്യസ്തമാകുന്ന നിലവാരം. ലോകർ പ്രതികരിക്കുന്നത് പോലെയല്ല, ലോകമനുഷ്യൻ പ്രതികരിക്കുന്നത് പോലെയല്ല സോയയുള്ള ഒരു ദൈവ പൈതൽ പ്രതികരിക്കുന്നത്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള അഗാധമാകുന്ന സഹകരണത്തിൽ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ മഹാത്ഭുതം സംഭവിക്കും. സോയെ ഈ ഭൂമിയിൽ പ്രകടമാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ഇതുപോലെയുള്ള ജീവൻ നമ്മിലൂടെ പ്രകടമാകും. കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാകും, ഈ മനുഷ്യൻ വ്യത്യസ്തനാകുന്നു. ഈ മനുഷ്യനിലൂടെ പുറപ്പെടുന്നത് സോയയാകുന്നു. ഈ മനുഷ്യനിലൂടെ പുറപ്പെടുന്നത് മാനുഷികമാകുന്ന ഒരു സ്വഭാവമല്ല, ദൈവികമാകുന്ന ഒരു സ്വഭാവവും പ്രകൃതവുമാകുന്നു. ഇവനിൽ ദൈവത്തിൻ്റെ ജീവൻ ഉണ്ട് എന്ന് മറ്റുള്ളവർ
പറയത്തക്ക നിലയിൽ സോയെ ഈ ഭൂമിയിൽ പ്രകടമാക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവുമായി ഒരുമിച്ചുള്ള ജീവിതം ആവശ്യമാകുന്നു. 2, ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. സോയെ ആരിലാണ്? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനത്തിലാണ് സോയെ ഉണ്ടായിരുന്നത്. ആ സോയെ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ജീവന്റെ സ്രോതസ് എന്ന് പറയുന്നത്. ഞാൻ വിശദമായി കഴിഞ്ഞ ദിവസം പരാമർശിച്ചു. ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ദൈവവചനത്തിൽ കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് സോയയാകുന്നു. ആമേൻ. സോയയിൽ നമുക്ക് വർദ്ധിക്കുവാൻ വേണ്ടിയുള്ള മറ്റു 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നെന്ന് പറയുന്നത്, സോയെ നമ്മിൽ പ്രകടമാകുവാൻ, സോയെ ലൈഫ് ഈ ഭൂമിയിൽ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലോർഡ്സ് സപ്പർ. ആമേൻ. ഇത് വളരെ പ്രായോഗികമാകുന്നു. തിരുമേശയിൽ നിന്ന് ഭക്ഷിക്കുവാനും കുടിക്കുവാനും നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുകയാണെങ്കിൽ, തിരുമേശയിൽ നിന്ന് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളിൽ വ്യാപരിക്കുന്നത് സോയയാകുന്നു. വളരെ പ്രധാനപ്പെട്ട ആ കാർമ്മിക ശുശ്രൂഷ, അത് പലപ്പോഴും നമ്മൾ സാധാരണ നിലയിലാണ് കാണുന്നത്. എന്നാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ കുടിക്കുമ്പോൾ 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. അപ്പം ഭക്ഷിക്കുമ്പോൾ അപ്പത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പോലും ആ അപ്പം ഭക്ഷിക്കുമ്പോൾ ആ ബ്രെഡല്ല, അപ്പമല്ല നീ കഴിക്കുന്നത്, നിന്റെ ഉള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന വചനമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. യേശു പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. ഓ ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം, ആമേൻ, 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ആ പാനപാത്രം കുടിക്കുമ്പോൾ പ്രാർത്ഥിച്ച് നിങ്ങൾ ആ തിരുമേശയിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഗൗരവത്തോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ഗൗരവത്തോടുകൂടെ ആ മേശയിൽ നിന്ന് നിങ്ങൾ കുടിക്കുമ്പോൾ ആ വീഞ്ഞിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, ഗ്രേപ്പ് ജ്യൂസിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അത് കുടിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം, ആമേൻ, ഇവിടെ പറയുന്നത് നിങ്ങളിൽ സംഭവിക്കുകയാണ്. ഇത് കുടിക്കുമ്പോഴൊക്കെയും, ആമേന്, എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. എൻ്റെ രക്തത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സ്വാധീനം നമ്മുടെ ശരീരത്തിൽ, യേശുക്രിസ്തുവിൻ്റെ മാംസത്തിന്റെ സ്വാധീനം നമ്മുടെ ശരീരത്തിൽ. ഓ ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. വളരെ അത്ഭുതകരമാണ്, വളരെ വളരെ അത്ഭുതകരമാണ്. ആമേൻ. ഹ്യൂമൻ സ്പിരിറ്റിൽ സോയെ വന്നിരിക്കുന്നു. ഹ്യൂമൻ സ്പിരിറ്റിൽ സോയെ, ഡിവൈൻ ലൈഫ് വന്നിരിക്കുകയാണ്. ഹ്യൂമൻ സ്പിരിറ്റിൽ നിന്ന് നമുക്ക് സോയെ, ഡിവൈൻ ലൈഫിനെ ശരീരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. അതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് കൺഫസിങ് ദ വേർഡ് ഓഫ് ഗാഡ്. എന്നാൽ നമ്മുടെ ശരീരത്തിന് നേരിട്ട് സോയയുടെ സ്വാധീനം ലഭിക്കുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഈ ശരീരം ഉറപ്പായിട്ടും, ഈ ശരീരത്തിന് ഇമ്മോർട്ടാലിറ്റി ഇല്ല. ഇത് മോർട്ടൽ ശരീരമാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഈ ശരീരം മരിക്കും. ഈ ശരീരം മരിക്കത്തക്കവണ്ണം തന്നെയാണ് ഇപ്പോഴും ഈ ശരീരമായിരിക്കുന്നത്. ഈ ശരീരത്തിൽ നിന്ന് മരണസ്വാധീനം അല്ലെങ്കിൽ മരിക്കുവാൻ കഴിയാതിരിക്കുന്ന നിലവാരത്തിലേക്ക് ശരീരം മാറുന്ന ആ ഒരു കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല. ശരീരത്തിൻ്റെ രക്ഷ, ആത്യന്തികമാകുന്ന രക്ഷ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ യേശു മടങ്ങി വരികയാണെങ്കിൽ യേശുവിൻ്റെ മടങ്ങി വരവിലാണ് ഈ ശരീരത്തിൽ വ്യാപരിക്കുന്ന മോർട്ടാലിറ്റി നീങ്ങിപ്പോകുന്നത്.
ഇത് അമർത്യമായി തീർന്നിട്ടില്ല, ഇപ്പോഴും ഇത് മർത്യമാകുന്നു. ഇത് മർത്യമായി തുടരുമ്പോൾ ഈ ഭൂമിയിൽ മർത്യശരീരത്തിൽ ദിവ്യമാകുന്ന ജീവന്റെ ഡിവൈൻ ലൈഫിന്റെ സ്വാധീനങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് മോർട്ടാലിറ്റിയുടെ പരിണത ഫലമാണ്. ഈ ലോകത്തിൽ ഉള്ള രോഗസ്വാധീനങ്ങൾ ഈ അന്തരീക്ഷത്തിൽ തന്നെ വൈറസുകളുണ്ട്, ബാക്ടീരിയകളുണ്ട്, രോഗസ്വാധീനങ്ങളുണ്ട്. ആ രോഗസ്വാധീനങ്ങൾ ശരീരത്തിൽ പ്രവേശിക്കുവാൻ സാധ്യതകളുണ്ട്. ഇവിടെയാണ് നിന്നിലേക്ക് ദൈവത്തിൻ്റെതുപോലെയുള്ള ജീവന്റെ സ്വാധീനം നിങ്ങളുടെ ശരീരത്തിലേക്ക് കൂടെ വരുമ്പോൾ ഈ ബാക്ടീരിയയ്ക്കോ വൈറസിനോ തൊടുവാൻ കഴിയാത്ത നിലവാരത്തിൽ ശരീരത്തിൻ്റെ ആ സംവിധാനങ്ങൾ, ശരീരത്തിൽ തന്നെയുള്ള ഇമ്മ്യൂണിറ്റി സംവിധാനങ്ങൾ സജീവമാകുന്നു, വളരെ സജീവമാകുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. ഇത് വാക്കുകൾ കൊണ്ട് പ്രകടമാക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വാക്കുകൾ കൊണ്ട് പ്രകടമാക്കുവാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ ശരിയായ നിലയിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയാതെ വരും. അവിടെ ഞാൻ അതുകൊണ്ട് അത് വിശദീകരിക്കാൻ കഴിയത്തില്ല. ഞാൻ ഈ പറയുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ അർത്ഥമാക്കുന്നത് വചനപ്രകാരം, വചനത്തിൽ നിന്ന് ഒരല്പം പോലും മാറാതെ വചനപ്രകാരം ഞാൻ അർത്ഥമാക്കുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ മേൽ കൂടെ ഡിവൈൻ ലൈഫിൻ്റെ സ്വാധീനം അത് താൽക്കാലികമാണ്. ഇതിൻ്റെ മോർട്ടാലിറ്റിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. എന്നാൽ ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഈ ശരീരത്തിൻ്റെ ഗുണമേന്മ, ക്വാളിറ്റി വർദ്ധിക്കുന്നു. ആ ഡിവൈൻ ലൈഫിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ഉറക്കമില്ലാത്തവരായി തീരുന്നില്ല, ഉറങ്ങാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഈ ഭൂമിയിൽ ഈ ശരീരത്തിന് ഇപ്പോഴും ആ മോർട്ടലായിട്ടുള്ള സ്വഭാവങ്ങൾ ഉള്ളത് കൊണ്ട് രാത്രിയിൽ ഉറക്കം ആവശ്യമാണ്. എന്നാൽ വരാൻ പോകുന്ന ലോകത്തിൽ നമുക്ക് പുതിയ ശരീരം ലഭിക്കുമ്പോൾ പിന്നെ ഉറക്കം ആവശ്യമില്ല, നമുക്ക് പിന്നെ വിശപ്പില്ല, നമുക്ക് പിന്നെ ദാഹമില്ല, നമുക്ക് വേണമെങ്കിൽ കുടിക്കാം, വേണമെങ്കിൽ കഴിക്കാം, നമുക്ക് വിശ്രമിക്കേണ്ട കാര്യമില്ല. അതൊന്നും ഇപ്പോൾ മാറുന്നില്ല. എന്നാൽ അവിടെയെല്ലാം ഈ ശരീരത്തിന് ആവശ്യമുള്ള നിലവാരത്തിൽ മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി വരുന്ന ഒരു തലമുണ്ട്. അവിടെ നമ്മൾ എത്തിച്ചേരുകയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ക്ഷീണമാണ്, എപ്പോഴും ഉറക്കമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം കഴിച്ചാൽ ദഹിക്കത്തില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം കൊണ്ട് അവർക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുന്നില്ല. ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും തളരുകയാണ്, മടുത്തു പോകുകയാണ്, ഒരു കാര്യവും ചെയ്തെടുക്കുവാൻ കഴിയുന്നില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അല്പം ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്, ഡിസോർഡറാണ്. എന്നാൽ നിന്നിലേക്ക് ഈ സോയെ ലൈഫിന്റെ സ്വാധീനം വരുമ്പോൾ, നിന്റെ ശരീരത്തെ വരെ സ്വാധീനിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്ന നിലവാരത്തിലേക്ക് മാറും. ഈ ശരീരത്തിന് ക്രമമുണ്ടാകും. ആവശ്യമില്ലാത്ത വൈറസുകൾ പ്രവേശിക്കുവാൻ അനുവദിക്കാതെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ആ ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈൻ ലൈഫ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറക്കമൽപ്പം കുറഞ്ഞാലും ക്ഷീണം വരാതെ ഇരിക്കത്തക്കവണ്ണം കൂടുതൽ അധ്വാനിക്കുവാൻ കൂടുതൽ ഈ ശരീരത്തെ ഉപയോഗിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക്, അധികം അധ്വാനിച്ചു കഴിഞ്ഞാലും തളർച്ചയില്ല, ക്ഷീണമില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. എനിക്ക് അത്തരത്തിലുള്ള ചില ദൈവദാസന്മാരെ വ്യക്തിപരമായിട്ട് അറിയാം. കഠിനാധ്വാനം ചെയ്യുന്നവർ, അവരുടെ ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളിൽ അവര് പല സന്ദർഭങ്ങളിലും അധികം മണിക്കൂറുകൾ അധ്വാനിക്കും. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ഒരു പുസ്തകം എഴുതുവാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഒരു മാസത്തോളം രാത്രിയിൽ ഒരു 2.5-3 മണിക്കൂർ മാത്രമേ ഉറങ്ങുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ അധ്വാനിക്കേണ്ടതായിട്ട് തോന്നുന്ന ആ പുസ്തക രചന ഇന്ന സമയത്തിന്റെ മുൻപിൽ പൂർത്തീകരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ പകൽ മുഴുവൻ മറ്റ് അധ്വാനങ്ങളുണ്ട്, അതൊന്നും ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ല. രാത്രിയിൽ ഉള്ള മണിക്കൂറുകളാണ് കൂടുതൽ ഇരിക്കുന്നത്. രാത്രിയിൽ കൂടുതൽ മണിക്കൂറുകൾ ഇരുന്നതിന് ശേഷം ഏകദേശം 3 മണിക്കൂറോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സമയം മാത്രമേ ഏകദേശം 2 മാസത്തോളം ആ നിലയിൽ ഉറങ്ങാതിരുന്നിട്ടും ശരീരം
തൻ്റെ അധ്വാനത്തോട് സഹകരിച്ചതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് തന്നിൽ വ്യാപരിക്കുന്ന, തൻ്റെ ആത്മാവിൽ വ്യാപരിക്കുന്ന സോയെ ലൈഫ്, അതിനെ സജീവമാക്കുവാൻ പ്രാപ്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാർമ്മിക ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശുശ്രൂഷയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ കുടിക്കുമ്പോൾ മനസ്സിലാക്കുക, ഒരു വലിയ ദൈവികമാകുന്ന പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ദിവ്യമാകുന്ന ഒരു ശുശ്രൂഷയാകുന്നു തിരുവത്താഴ ശുശ്രൂഷ. തിരുവത്താഴ ശുശ്രൂഷയിൽ നിന്ന് ഭക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളിലുള്ള സോയെ ലൈഫിനെ സജീവമാക്കുവാൻ കഴിയും, ഭൂമിയിൽ സജീവമാക്കുവാൻ കഴിയും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ സബ്ജക്റ്റ് അവസാനിപ്പിക്കുകയാണ്. ആമേൻ. നാളെ ഞാൻ മറ്റൊരു ചെറിയ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. ആമേൻ. ഏറ്റവും അവസാനമായി നാലാമത്തേത്, സോയെ ലൈഫ് നിങ്ങൾ സജീവമാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രയർ. ആമേൻ. പ്രാർത്ഥന, ഹോളി സ്പിരിറ്റുമായിട്ടുള്ള സഹകരണം, ദൈവത്തിന്റെ വചനം, തിരുവത്താഴത്തിൽ നിന്ന് ഭക്ഷിക്കുക, കുടിക്കുക, പ്രാർത്ഥന. നിങ്ങൾ ആഴമേറിയ അളവിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളിലുള്ള സോയെ സജീവമാകുവാൻ പോകുന്നു, ഡിവൈൻ ലൈഫ് സജീവമാകുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.